ഹലോ. ഹലോ, നമസ്കാരം ഉസ്താദെ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പോ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളാ. ആരാ? ജനൻ ടിവിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, മുത്തേ ഒന്നും വിചാരിക്കരുത് കേട്ടാ മുത്തേ കേട്ടാ. ഇല്ല ഇല്ല ഇല്ല. ഇല്ലല്ല. അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. എന്ത് പറ്റി? അല്ല, ആ ഒരു പോയിന്റേ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഓ ശ്യാമേ, സോറി. ഞാൻ ഓ, എന്തെങ്കിലും പറഞ്ഞ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും അയ്യോ വിഷമം അയ്യോ, ഉണ്ടാണെങ്കിൽ അയ്യോ, ക്ഷമിക്കണം. ഒരു കുഴപ്പമില്ല. കാരണം ആ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതെ 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 ശ്യാമേ, പിന്നെ ഒരു കാര്യം പറയണ്ടേ. ഓ, നമ്മുടെ അനിൽ നമ്പ്യാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ആ ആ അദ്ദേഹമായിട്ട് സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാലേ ഓ അനിൽ ഓ നമ്പ്യാർ അനിൽ നമ്പ്യാരായിട്ട് സംസാരിച്ചപ്പോഴേ ആ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും അത്ഭുതം വന്നു. ഇവരൊന്നുമില്ല. ആ ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിനപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നമ്മൾ തീർച്ചയായും നിങ്ങളൊക്കെ തീർച്ചയായും. വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അതെ, അനിൽ തീർച്ചയായും നമ്പ്യാരുടെ തീർച്ചയായും. വർത്താനം 4 മിനിറ്റ് സംസാരിച്ചു. ഞാൻ അന്തം വിട്ടു പോയി അദ്ദേഹത്തിന്. കാരണം ഇവരൊക്കെ മുസ്ലിമീങ്ങളുമായി ഭയങ്കര നമ്മുടെ ഈ കൃഷ്ണകുമാർ സാറില്ലേ, മറ്റേ കൊല്ലത്ത അതെ 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 അതെ. കൃഷ്ണകുമാർ സാറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഷിഹാബ് തൃശ്ശൂർ എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരനാ. ഉവ്വ് ഉവ്വ് ഉവ്വ്. അവർ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള യാത്രയുടെ ഒക്കെ വീട് എനിക്ക് കാണിച്ചു തന്നപ്പോ ഇങ്ങനെയൊക്കെയാണോ ഈ മനുഷ്യർ? ഇപ്പൊ എന്നെ രഹസ്യമായിട്ട് വിളിക്കുന്ന ബി.ജെ.പിക്കാരും ആർ സാർ ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. കാരണം ആ ആ. നമ്മളിലെല്ലാം അന്തർലീനമായി കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. സത്യം ഇപ്പൊ ഒരു സത്യം. ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വഴിയിൽ വെച്ച് ഒരു സംഘപരിവാറുകാരനെ ആക്രമിച്ചാൽ ശ്യാമ വെറുതെ ഇരിക്കുമോ? എന്നെ ഒരിക്കലും എന്നെ അകാരണമായിട്ട് ആക്രമിച്ചാൽ നീ വെറുതെ ഇരിക്കുമോ? 100% ഇല്ല ഞാനൊരു ഇല്ല. മുസൽമാനാണെന്നുള്ളത് കൊണ്ട് നിനക്ക് മനുഷ്യത്വം ഇല്ലാതിരിക്കുമോ? ഒരിക്കലും ഇല്ല ഉസ്താദെ, ഒരു ഒരിക്കലും പള്ളി ഇല്ല. കവാടത്തിൽ വെച്ച് ശ്യാമിനെ ആരെങ്കിലും കുത്തിപ്പിടിച്ച് ആക്രമിക്കുന്ന കണ്ടാൽ ഞാൻ ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരുന്നു തീ- കാണുമോ? തീർച്ചയായും തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഞാൻ മനുഷ്യനല്ല. മൃഗത്തിന് പോലും അതിൻ്റെതായ വികാരമുണ്ട്. ഇല്ലേ? സത്യം സത്യം. 100%. അപ്പൊ അതുകൊണ്ട് 100%. ശ്യാമ വിളിച്ചത് ഭയങ്കര സന്തോഷം. ഞാൻ അയ്യോ ഒന്ന് കെട്ടിപ്പിടിക്കണ്ട. ഒന്ന് കെട്ടിപ്പിടിക്കണേ. അയ്യോ. സന്തോഷം. ലവ് യു സോ മച്ച്. ലവ് യു സോ മച്ച്. ഓ, ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് ഉസ്താദിന് അയക്കാവേ. ഓക്കെ ഞാൻ ഓക്കെ. സന്തോഷം. ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓ, ഓക്കെ. താങ്ക് യു താങ്ക് താങ്ക്സ് യു താങ്ക്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. സന്തോഷം.